ഹായ്, തൃശ്ശൂർ ജില്ലയിൽ 3000 സ്ക്വയർ ഫീറ്റ് 30 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്തൊരു വീടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണേ. ഇതാണ് കേട്ടോ ശരിക്കുള്ള വീട്. നേരത്തെ ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഈ ഫോട്ടോ വെച്ചുണ്ടാക്കിയൊരു AI പിക്കാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. ഇതേപോലെ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. ഹായ്, ഈ വീട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എവിടെയുള്ള വീടാന്ന്? നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച അതേ വീട് തന്നെ. തൃശ്ശൂർ തോമസ് ഏട്ടൻ്റെ കൊട്ടാരമാണ് കേട്ടോ ഇത്. അതെ, ഞങ്ങൾ തോമസ് ഏട്ടന് വേണ്ടി പണി കൊടുത്ത കോൺക്രീറ്റിലെ കൊട്ടാരം. അത് ഈ കോൺക്രീറ്റ് കൊട്ടാരം എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയൊരു വിവരം കാണുന്നുണ്ടെങ്കിൽ ആ ആൾ ഒരിക്കലും മനസ്സിലാവില്ല ഇത് കോൺക്രീറ്റിൽ ചെയ്ത വീടാണെന്ന് കേട്ടോ. ഈ കൊട്ടാരം ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ തോമസ് ജോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ഞങ്ങളുടെ വർക്ക് മുതൽ ചുമരിൻ്റെ വർക്ക് മുതലുള്ള എല്ലാ സ്റ്റേജുകളും നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് എപ്പിസോഡ് വൈസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടാതെ ഈ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ 3D ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മുൻപേ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും ചോദിക്കരുത് കോൺക്രീറ്റ് വീടിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റും, കോൺക്രീറ്റ് വീട് നമുക്ക് ട്രഡീഷണൽ രീതിയിലും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ ഒരു ട്രഡീഷണൽ വീടിൻ്റെ എല്ലാ എലമെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നടുമുറ്റം ഒഴികെ. ഈ വീട്ടിൽ തോമസ് ഏട്ടൻ തന്ന പ്ലാനിൽ നമ്മുടെ അഭിപ്രായ പ്രകാരം നമ്മൾ വരുത്തിയ ചേഞ്ചസ് അത് ഓൾറെഡി വീഡിയോസിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കകാലങ്ങളിൽ. അത് ഫൈനലിലേക്ക് വന്നപ്പോൾ എത്രത്തോളം ഭംഗിയായി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. പിന്നെ ഇതൊന്നും കല്ലല്ല, നാച്ചുറൽ കല്ലല്ല, ഇതെല്ലാം സിമൻറ്റിൽ കൊത്തിയെടുത്തതാണ് കേട്ടോ. ഈ പില്ലേഴ്സും ഈ കാണുന്ന ബേസ്മെൻറ്റിൻ്റെ ഈ സൈഡെല്ലാം ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. പിന്നെ ഒരു ട്രഡീഷണൽ വീടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേസും കാര്യങ്ങളെല്ലാം വരും. കാരണം ഇതിൻ്റെ തറ കഴിഞ്ഞ് ഞങ്ങളുടെ വർക്ക് ഞങ്ങളൊരു മെയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം 1 വർഷവും 2 മാസവും ആയിട്ടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴും ഈ വീഡിയോ ഒരു ഫുൾ ഫിനിഷ് ആയിട്ട് നമ്മൾ ചെയ്തതല്ല കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ അവസാന വർക്കുകൾ ഇൻറ്റീരിയർ, അതേപോലെ പെയിൻറ്റ് ടച്ചപ്പ്, ഫാൻ ഫിറ്റിങ്, അങ്ങനെയുള്ള അവസാന കാലങ്ങളിൽ ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൗസ് വാമിങ് ഏകദേശം ഒരു ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴാണ് ശരിക്കും നമ്മളൊരു ഫൈനൽ ഫിനിഷ്ഡ് വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. ആ വീഡിയോയിൽ കാര്യമായിട്ട് ഞങ്ങളായിരിക്കില്ല സംസാരിക്കുക, തോമസ് ഏട്ടനും ചേച്ചിയും അതേപോലെ അവരുടെ ഫാമിലി ആയിരിക്കും കേട്ടോ അതിൽ സംസാരിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു വീട് എന്നുള്ളത് തോമസ് ഏട്ടൻ്റെ ഒരു ആഗ്രഹവും അതേപോലെ ഒരു സ്വപ്നമാണ്. സോ അതിന് ലെന കൺസ്ട്രക്ഷൻ എത്രമാത്രം തോമസ് ഏട്ടനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തോമസ് ഏട്ടൻ തന്നെ പറയട്ടെ. അമ്മ നേരത്തെ പറഞ്ഞ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ ഏറ്റവും വലിയ വീടിന് ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന വെൻറ്റിലേഷൻ. പ്ലാനിൽ അതൊരു ചെറിയ ജനലായിരുന്നു. ആ ജനൽ നമ്മൾ അത്യാവശ്യം ആ റൂമിൻ്റെ ഫുൾ വലിപ്പത്തിനുള്ളൊരു ജനലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ജനലാക്കി മാറ്റുന്ന സമയത്ത് ഞാൻ അതിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് പറഞ്ഞിരുന്നതാണ്. ഇതേപോലെ ഒരു ക്ലാഡിങ് ടൈൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് മെയിൻ്റനൻസ് ഫ്രീ അല്ലേ? തോമസ് ഏട്ടൻ അതൊന്ന് കൂട്ടിപ്പിടിച്ചു. തോമസ് ഏട്ടൻ എന്ത് ചെയ്തു, ഈ വീട് മൊത്തം ക്ലാഡിങ് ടൈലാക്കി മാറ്റി. അത് ഞാൻ വരുന്നുണ്ട്, ആ സമയത്ത് പറയാം. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞിരുന്ന കാര്യമാണ് നമ്മൾ ഈ ജനലുകളൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി പെയിൻ്റ് അടിക്കണ പോലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനൽ പളപളാന്ന് തിളങ്ങും പാട്ടുണ്ട്. അതും തോമസ് ഏട്ടൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് ഇത്ര വേണമായിരുന്നോ എന്ന് പോലും ഞാൻ ആലോചിച്ച് പോയി. കാരണം വണ്ടി പെയിൻ്റ് അടിക്കണം അതുപോലെയാണ് ഈ ജനലുകൾ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരാളോട് അതിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടാറ്റ സ്റ്റീലിൽ ചെയ്ത ജനലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൂടി, അതായത് പൗഡർ കോട്ടഡ് മെറ്റീരിയൽ പോലെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഫിനിഷിങ് കിട്ടും ഇങ്ങനത്തെ ജനലുകൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ആൾക്കാർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടില്ലേ, ഇത്രയും വലിയ ജനലുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് 4 സൈഡും ചെറിയൊരു ചുമരിൻ്റെ പോർഷനേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ക്ലാഡിങ് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരിക്കലും നമുക്ക് പിന്നെ ഒരു പെയിൻറ്റിങ് ജോബ് അഡീഷണലായിട്ട് വരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം ഞാനൊരു 16-17 എപ്പിസോഡ് ഈ ഒരു ഒറ്റ വീടിൻ്റെ, അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ വീട് വെക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് തുടങ്ങണ ദിവസം മുതൽ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ വരെ ഏകദേശം ഒരു 18ഓളം വീഡിയോസ് ഈ തോമസ് ഏട്ടൻ്റെ ഈ ഒരു ഇതിൽ തന്നെ മാത്രമായിട്ട് കിടക്കുന്നുണ്ട് പ്ലേലിസ്റ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ക്രോസ് ചെക്കും ചെയ്യാം. ഇനിയാണ് കേട്ടോ ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയാൻ പോണത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കില്ല അമ്മൂനോട് എത്രയാണ് റേറ്റ്, ഏതാ റേറ്റ് എന്നൊക്കെ.
തോമസ് ഏട്ടൻ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളെ റേറ്റ് എത്രയായിരുന്നു? ഒരു സ്ക്വയർ ഫീറ്റിന് 1300. ഏകദേശം ഒരു 1.5 വർഷം മുന്നല്ലേ അത്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് മുന്നേയും കൂടി ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആള് പറയണതും 1300 വീഡിയോ. പക്ഷെ ആൾ 1.5 കൊല്ലം മുന്നേ ഇറങ്ങിയ വീഡിയോസ് ഇന്ന് കണ്ടിട്ടാണ് നമ്മളെ വിളിക്കണത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു റേറ്റിൻ്റെ അപ്ഡേഷൻ ഇതുവരെ വരുത്തിയിട്ടില്ല, ഇല്ലല്ലോ. ഓൾറെഡി ഇപ്പോൾ നമ്മൾ 1400 നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി വ്ളോഗർ ചാനലിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു വീഡിയോസും കൂടി വരാനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മാത്യു സാറിൻ്റെ വീഡിയോയിൽ സാറ് ഞങ്ങൾക്ക് തന്ന സ്ട്രക്ചറിൻ്റെ റേറ്റാണ് കേട്ടോ 34 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ. അതേപോലെ സാറിന് ചിലവായ തുകകളൊക്കെ സാർ അതിൽ പറയുന്നുണ്ട്. പക്ഷെ സമയപരിമിതി മൂലം വ്ളോഗേഴ്സ് അത് എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം, എത്ര സമയമാണെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ വ്ളോഗേഴ്സ് ആകുമ്പോൾ അവർക്ക് ഇത്ര ലിമിറ്റ് ഉണ്ട്, 20 മിനിറ്റ്സ് എന്തോ ലിമിറ്റ് ഉണ്ട് തോന്നുന്നു. അതും കൂടാണ്ട് അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും 1 മിനിറ്റാണുള്ളത്. ആ 1 മിനിറ്റിൽ ഇത് മാത്രം പറയണതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഈ പെട്ടെന്ന് കണ്ടിട്ടില്ലേ 1 മിനിറ്റിൽ ഒരു വീട് വെക്കാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റണില്ല. അതായത് നമ്മളൊരു വീഡിയോ കാണുമ്പോഴേക്ക് 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴേക്ക് ആ 34 ലക്ഷം എന്ന് പറയുന്ന ആ ഒറ്റ ഡയലോഗും കേട്ടിട്ട് ആ വീടും കാണുമ്പോൾ ഇവരാണ് തെറ്റിദ്ധരിക്കുകയാണ്. 34 ലക്ഷം രൂപയ്ക്ക് അങ്ങനത്തെ ഒരു വീട് ഇല്ലേ? അങ്ങനെ ഇപ്പോൾ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കേണ്ടതില്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം. 34 ലക്ഷം രൂപയ്ക്ക് എനിക്കെന്നല്ല, ആ രീതിയിൽ ഇന്ന് കേരളത്തിലുള്ള ഒരു മനുഷ്യനെയും കൊണ്ടും അങ്ങനത്തെ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കില്ല, 100% ഉറപ്പാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ആഡ്സ്, പ്രൊമോഷൻസ്, വ്ളോഗ്സ് ഇതൊന്നും കണ്ടിട്ട് ഞങ്ങളെ ഉൾപ്പെടെ നിങ്ങൾ വിലയിരുത്തരുത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റിദ്ധാരണകൾ പലപ്പോഴും വരാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ്, ഞങ്ങളുടെ 2 വർഷം മുന്നുള്ള വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ വിളിക്കുന്നവർ, ഇപ്പോൾ ഞാൻ ഇന്ന റേറ്റിനാണ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അവർ പറയും, അയ്യോ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ മാറ്റി പറയുന്നത്? 2 വർഷം മുന്നേ ഇട്ട വീഡിയോയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 800 രൂപയ്ക്കാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്, ഇൻസൈഡ് ജിപ്സം പുട്ടി, ഇതെല്ലാം പറയുന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങളെ വിളിക്കുന്നത്. ഇത് 2 വർഷത്തിന് ശേഷം. ആ വിളിക്കുന്ന സമയത്ത് അമ്മു എടുത്ത വഴിക്ക് പറയുക ഒരു സ്ക്വയർ ഫീറ്റിന് 1400 രൂപ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുന്ന ആൾ ഷോക്കാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിന്തിച്ചതിനേക്കാളും ഇരട്ടി പൈസയാണ് ഇപ്പോഴത്തെ റേറ്റ്. അതാണ് അമ്മ നേരത്തെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കൽ. സത്യം പറഞ്ഞാൽ ഇതിൽ ഞങ്ങൾ തെറ്റുകാരാണോ? അവരും തെറ്റുകാരല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ നോക്കാൻ അറിയാത്ത ആൾക്കാരും വിളിക്കും. ഈ വീഡിയോ എന്നിറങ്ങിയതാണെന്ന് പോലും നോക്കാൻ അറിയാത്ത ആൾക്കാർ കൂടി വിളിക്കും. അപ്പോൾ അവരും തെറ്റുകാരല്ല. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത്, ഞങ്ങൾ ഉൾപ്പെടെ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ 10 ലക്ഷത്തിന് വീട്, 5 ലക്ഷത്തിന് വീട്, 7 ലക്ഷത്തിന് വീട് എന്ന് പറഞ്ഞിട്ട് പല പരസ്യങ്ങളും കാണാറുണ്ട്. അതും ഇതുപോലെ ഇന്ത്യയിൽ ചെയ്ത വീടിനടക്കം 10 ലക്ഷം രൂപയ്ക്കാണ് അവർ പറയണത്. അതെ. അപ്പോൾ ഞാൻ ജെന്യൂനായിട്ട് ഞാൻ വിളിച്ചു നോക്കാറുണ്ട്, ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ. ഞാനത് വിളിച്ചു നോക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മൈലപ്പുറ ചെയ്ത് കൊടുത്ത അതേപോലത്തെ ആൾക്കാർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കണത്, അതായത് ഫുള്ളി പൈസ നമ്മളെടുത്തിട്ട് വീട് വെച്ച് കൊടുക്കണത്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മനോട് പറയല്, അവരൊന്ന് വിളിച്ചു നോക്ക്, അവർ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ വിളിച്ചു നോക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഫേക്കാണ്. അവർ പിന്നെ ഇതില്ല അതില്ല ഇത്ര കാര്യങ്ങൾക്കാണ് ഞങ്ങളത് അങ്ങനെ പറഞ്ഞ് നമ്മളെ മാറ്റാറാണ് പതിവ്. സോ നമ്മുടെ രീതി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വിളിക്കുമ്പോൾ അവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളണമെന്ന് അത്രയും കൺഫേമായി പറഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കുക. അതേപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതിയ ഒരു ഡോക്യുമെൻറ്റും കൂടി അവർക്ക് അയച്ചു കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ അവരുടെ ഒരു ബുക്കിംഗ് എടുക്കാറ്. ബുക്കിംഗ് എടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ ക്ലയൻറ്റിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തോമസ് ഏട്ടൻ നമ്മൾ 1300 രൂപയ്ക്ക് ബുക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ ആ സമയത്ത് ബുക്ക് ചെയ്തവർ അത് എത്ര ലേറ്റ് ആയാലും അവർ ഈ സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസിന് എത്ര റേറ്റ് വ്യത്യാസം വന്നാലും അവരെ അത് ബാധിക്കാതെ അവർ എത്ര രൂപയ്ക്കാണോ ബുക്ക് ചെയ്ത് ആ പൈസയ്ക്കാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി അതിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇപ്പോൾ ചിലവർ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനൊക്കെ ഒരു ഹ്യൂജ് റേറ്റിൻ്റെ ഡിഫറൻസ് വരും. പക്ഷെ അതൊന്നും നമ്മൾ മേടിക്കാറില്ല. നമ്മൾ അവർ ബുക്ക് ചെയ്ത ആ പൈസയ്ക്കുള്ള ഇതാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ അഡീഷണൽ ചാർജ് എന്തിനൊക്കെയാണ് മേടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ജനലുകൾ വലുതാക്കുമ്പോൾ, കാരണം നമ്മൾ 3 കള്ളി അല്ലെങ്കിൽ 4 കള്ളിയാണ് വെക്കുന്നത്. അതേപോലെ വീടിൻ്റെ ഹൈറ്റ് 10 അടി ആയിരിക്കും. ഈ വീടിന് 12 അടി ഹൈറ്റാണ്. ഇതേപോലെയുള്ള വേരിയേഷൻസിന്, അതേപോലെ ഇപ്പോൾ ക്ലയൻറ്റിന് പാരപ്പറ്റ് വേണം,
അങ്ങനെയുള്ള വേരിയേഷൻസിനൊക്കെ നമ്മൾ അഡീഷണൽ ചാർജ് മേടിക്കും. അതെല്ലാം ബുക്കിംഗ് സമയത്തേ നമ്മൾ പറയും. വർക്ക് തുടങ്ങുമ്പോഴും നമ്മളത് കൺഫേം ചെയ്ത ശേഷമാണ് നമ്മൾ വർക്ക് തുടങ്ങുക തന്നെ. അതല്ല, ക്ലയൻറ്റ് എന്താണോ നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന സ്കോപ്പ് ഓഫ് വർക്ക് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 1 രൂപ പോലും അവരുടെ നിന്ന് അഡീഷണൽ ചാർജ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വഴി നിങ്ങൾ പ്രത്യേകിച്ച് വീടിൻ്റെ വർക്ക് ഒരാൾക്കും കൊടുക്കരുത്. ഞങ്ങളെ വിളിക്കുന്ന എല്ലാവരോടും പറയുന്നത് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് അതിലുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ അവരോട് എപ്പോഴും പറയും, ഒരു 50% ഞങ്ങളുടെ വർക്ക് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അതേപോലെ ഞങ്ങളുടെ ഏതെങ്കിലും ചെയ്ത വർക്കുകൾ ഒന്നെങ്കിൽ ഫുൾ ഫിനിഷ് ചെയ്തത്, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അവരോട് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഞങ്ങളുടെ വർക്ക് ബുക്ക് ചെയ്യുക. അതിപ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇല്ല നമ്മൾക്ക് വീഡിയോസൊന്നും കണ്ട് സമയം കളയാനില്ല എന്ന് അവർ എടുത്ത് പറയാറുണ്ട്. ഞാനിതിന് മുന്നേ ഒരു റീൽ ഇട്ടിരുന്നു അതിനെക്കുറിച്ചിട്ട്. കാരണം നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീട് വെക്കണത്. ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തായി കഴിഞ്ഞാലും ഭാവിയിൽ അത് ഗുണമല്ല ദോഷമായിരിക്കും ചെയ്യുക. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാളും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ. എല്ലാ ആൾക്കാർക്കും അവരുടെ ഉൽപ്പന്നം വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ ആഡും കാര്യങ്ങളും ചെയ്യണത്. പക്ഷേ ഞങ്ങളിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഇങ്ങനത്തെ ഒരു വീടിൻ്റെ വീഡിയോ ഇടുന്നത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണ ക്ലയൻറ്റുകൾക്ക് നമ്മളുടെ രീതികൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഈ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 400 ചില്ലൻ വീഡിയോസ് ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത്രയും വീഡിയോസ് ഒരുമിച്ചിരുന്ന് കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിന് നേരത്തെ പറഞ്ഞ പോലെ സമയപരിമിതി ഉണ്ടായിരിക്കും. പക്ഷേ ഒരു 10 വീഡിയോസ് അതിൽ നോക്കിയിരുന്ന് കണ്ടാൽ തന്നെ ഞങ്ങളെ രീതി എന്താണെന്നുള്ളത് ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. പിന്നെ ഈ സ്റ്റെപ്പിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ചീത്തവിളി കേട്ടൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇത്. പിന്നെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ തോമസ് ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിപ്പോൾ വീടിനെ കുറിച്ചിട്ടുള്ള ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയാത്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് വീട് ഫുള്ളി ക്ലീൻ അല്ല. പിന്നെ അതും കൂടാണ്ട് തോമസ് ഏട്ടനും അത്യാവശ്യം ബിസിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തല്ല, എന്നാലും അമ്മുവിനോടാണ് തോമസ് ഏട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കണത്. പക്ഷേ ഫുള്ളി ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങൾക്ക് മാത്രമാണോ ബാധിക്കുന്നത് അതോ വേറെയുള്ള കോൺട്രാക്ടേഴ്സിനും അത് ബാധിക്കണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നഷ്ടങ്ങൾ വരാറുണ്ടെന്ന്, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമുക്ക് ഇടുക്കി ജില്ലയിൽ 3 പ്രൊജക്റ്റുകളുണ്ട്. ഈ 3 പ്രൊജക്റ്റും എംസാൻഡും മെറ്റലും വന്നിരുന്നത് തമിഴ്നാട് പഴനിന്നാണ് കേട്ടോ. ഇപ്പോൾ വന്ന പുതിയ വിജയ് സർക്കാർ കേരളത്തേക്കുള്ള എംസാൻഡും മെറ്റലും തടഞ്ഞു കേട്ടോ. ഇപ്പോൾ വന്ന പുതിയ വിജയ് സർക്കാർ കേരളത്തേക്കുള്ള എംസാൻഡും മെറ്റലും കൊണ്ടുവരുന്നത് റദ്ദാക്കിയിട്ടുണ്ടേ. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. പഴനിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരടി എംസാൻഡിന് 65 രൂപയ്ക്കാണ് കിട്ടിയിരുന്നത്. അതേപോലെ മെറ്റൽ 75 റേഞ്ചിലുമാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ റദ്ദാക്കിയ ശേഷം നമ്മൾക്ക് ഇനി പഴനിയിൽ നിന്ന് കിട്ടില്ല, ഇനി തൊടുപുഴയിൽ നിന്ന് വേണം കേട്ടോ ഈ സാധനങ്ങളൊക്കെ അവിടെ എത്താൻ. അതുകൊണ്ട് ഇപ്പോൾ കാന്തല്ലൂരിൽ സൈറ്റിലേക്ക് ഈ സാധനം എത്തണം എന്നുണ്ടെങ്കിൽ മെറ്റലിന് 130 രൂപയും അതേപോലെ എംസാൻഡിന് 140 രൂപയും ഒരടിക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് നേരത്തെ കിട്ടിയതിൻ്റെ ഇരട്ടി തുക നമ്മൾ പേ ചെയ്യണം. ഒരു വീട് ഫുള്ളി കോൺക്രീറ്റിൽ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എംസാൻഡും മെറ്റലും തന്നെയാണ്. ഇത് ഞങ്ങളെപ്പോലെ സാധാരണ കോൺട്രാക്ടേഴ്സും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കുന്നുണ്ടാവും, എങ്കിലും ഞങ്ങളുടെ അത്ര ഉണ്ടാവില്ല. എന്നാലും ഇപ്പോഴും നമ്മൾ പല വ്ളോഗ്സിലും കാണാം ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ 1800-2000 രൂപയ്ക്ക് ഫുൾ ഫിനിഷായിട്ട് അവരൊരു വീട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും EMIയിൽ ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതായത് 1800 രൂപയ്ക്ക് ഫുൾ ഫിനിഷ്ഡ്, 2000 രൂപയ്ക്ക് ഫുൾ ഫിനിഷ്ഡ്, 2500 ഫുൾ ഫിനിഷ്ഡ്. ഈ ഒരു 1 വീക്കിലാണ്
ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഒരു കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ച് നോക്കൂ. ആളിത് അറിഞ്ഞണമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ആൾ പറയണത് ഈ ഒരു റേറ്റിന് ഒരു വീട് ഫുൾ ഫിനിഷ്ഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അമ്മ നേരത്തെ പറഞ്ഞ നഷ്ടം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും മുഖം ചൊളിച്ചിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും ഇവർക്ക് നഷ്ടമാണല്ലോ എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ നഷ്ടം എന്താണെന്നുള്ളത്? ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതിയതിന് ശേഷം പല കാര്യങ്ങൾക്കും റേറ്റ് കൂടാറുണ്ട് അല്ലേ. കമ്പിയുടെ കാര്യത്തിൽ റേറ്റ് കൂടാറുണ്ട്, സിമെൻറ്റിന് റേറ്റ് കൂടാറുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പല റേറ്റ് വ്യത്യാസങ്ങളും വീട് വെക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം എന്നില്ല കേട്ടോ. പക്ഷെ പല വ്യക്തികളും ആ പരസ്യത്തിൽ കണ്ടിരിക്കുന്ന റേറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മളൊരു എൻജിനീയറോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വീടിന് ഒരു ഫുൾ ഫിനിഷ് ചെയ്യാൻ ഒരു 2500 രൂപയും കുറച്ചും കൂടി നല്ല രീതിയിൽ ഫുൾ ഫിനിഷ് ചെയ്യാനാണെങ്കിൽ ഒരു 3000 രൂപയും അവർ പറയും കേട്ടോ. അതാണ് ഇന്ന് കേരളത്തിൽ ഒരു മോശമില്ലാത്ത മെറ്റീരിയൽസ് എടുത്ത് ചെയ്യുകയാണെങ്കിലുള്ള ഒരു നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പൈസ കുറയുന്നോ അത്രത്തോളം നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതല്ല അവരൊരു കുറഞ്ഞ റേറ്റിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ അവരുടെ വർക്കിലായിരിക്കും കോംപ്രമൈസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൽ എന്തായാലും അവർക്ക് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. കാരണം ഒരാളും അവരുടെ കയ്യിലുള്ള സേവിങ്സ് എടുത്തു കൊണ്ടുവന്നിട്ട് മറ്റൊരാൾക്ക് വീട് വെച്ച് കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വീടൊക്കെയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രത്തോളം വീടുകൾ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വർഷം ചിലവഴിച്ചിട്ടുള്ള പ്രയത്നം കൊണ്ട് വെക്കുന്ന ഒരു വീടിന് ഏറ്റവും നല്ല ആൾക്ക് തന്നെ കൊടുക്കുക. അവരെ കുറിച്ചിട്ട് ഒരു 50% പഠിക്കുക, അവരുടെ വർക്കിനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് മാത്രം ഒരു ടീമിന്, ഞങ്ങൾക്കാണെങ്കിലും വേറൊരാൾക്കാണെങ്കിലും നിങ്ങൾ വർക്ക് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. അതേപോലെ ഒരു കരാറ് കൊടുക്കുമ്പോൾ അവർ തരുന്ന കരാറിൽ എന്തൊക്കെ ഉൾപ്പെടും എന്തൊക്കെ ഉൾപ്പെടില്ല എന്നുള്ളതും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നല്ലപോലെ വായിച്ച് അതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം ഒരു കരാറിൽ ഏർപ്പെടുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ കോൺക്രീറ്റ് വീട്ടിലുള്ള ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ഡൗട്ട്സ്. ഞങ്ങളുടെ സ്ട്രക്ചറിൽ ഞങ്ങൾ വയറ് വരെയാണ് കേട്ടോ വരിച്ചു കൊടുക്കുന്നത്. അതേപോലെ ബാത്റൂമിൻ്റെ കൺസീൽഡും ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഉള്ള സംശയമാണ് അതിന് ശേഷം ഉള്ള വർക്കുകൾ ആര് ചെയ്യും, എങ്ങനെ ചെയ്യും. ഈ സൈറ്റിൽ ഞങ്ങളുടെ സ്റ്റാഫുകൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സെബുച്ചേട്ടനാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫൈനൽ വർക്കിലും ചെയ്യുന്നത് കേട്ടോ. അത് 2 രീതിയിലും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സെബുച്ചേട്ടൻ ചെയ്യുന്നത് കൂലി അടിസ്ഥാനത്തിലാണ്. ഇത്ര രൂപ കൂലി പറഞ്ഞിട്ട് ഡെയിലി വരുമ്പോൾ ആ കൂലി മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് ഇന്ന വർക്കുകളുണ്ട്, അതേപോലെ വീടിൻ്റെ പുറത്തുള്ള പ്ലംബിങ്സും വരുന്നുണ്ടല്ലോ, അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഒരു കരാർ അടിസ്ഥാനത്തിലും ഇവർക്ക് വർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തുള്ള വർക്കുകൾ, കാരണം ഇപ്പോൾ സെബുച്ചേട്ടൻ ഓൾറെഡി തൃശ്ശൂരാണ്, അപ്പോൾ തോമസ് ചേട്ടൻ്റെ വീടും തൃശ്ശൂരായതുകൊണ്ട് അടുത്തുള്ള വർക്കൊക്കെയാണ് ഇവർ കൂലിക്ക് ചെയ്യുക. അതേപോലെ ദൂരത്തൊക്കെ പോയി ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊരു കരാർ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ ചെയ്യുക. അത് ക്ലയൻറ്റിന് അവരുടെ റേറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇലക്ട്രീഷ്യനെയും കൊണ്ടും ബാക്കിയുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഫുൾ ഫിനിഷ് ആവാനുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിനും നമ്മുടെ ടീമിനെ കൊടുത്തു. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ ടീമാണ് ചെയ്തത്. തോമസ് ഏട്ടന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ബാക്കിയുള്ള വർക്കുകളെല്ലാം തോമസ് ഏട്ടൻ തന്നെയാണ് ചെയ്തത്. കാരണം തോമസ് ഏട്ടൻ അവിടെ ഒരുവിധം എല്ലാത്തിനെയും ആൾക്കാരെ അറിയാമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ലേബർ സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. തോമസ് ഏട്ടൻ ഇതിൽ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈൽ വർക്ക് തോമസ് ഏട്ടനാണ്. അതേപോലെ റൂഫ്, അതേപോലെ ഈ പെയിൻറ്റിങ്, ഇതെല്ലാം തോമസ് ഏട്ടൻ്റെ അവിടെ നെയ്ബറായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ്, കബോർഡ്സ്, കിച്ചൺ കബോർഡ്സ്, റൂമിലുള്ള കബോർഡ്സ് എല്ലാം നമ്മുടെ ടീം തന്നെയാണ്. രഞ്ജിത്തേട്ടൻ. അതേപോലെ കബോർഡ്സിൻ്റെ ഉള്ളിലുള്ള ഫെറോസിമെൻറ്റ് സ്ലാബ്സ് എല്ലാം ഞങ്ങളുടെ നാട്ടിൽ പെരിന്തൽമണ്ണയിലത്തെ പ്രവീൺ ചേട്ടനാണ് കേട്ടോ അവിടെ വന്ന് ചെയ്തത്. അതല്ല നമ്മൾ ഫുൾ ഫിനിഷായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ച് ചിലപ്പോൾ അത് 3000, 3500 ഒക്കെ ആവാട്ടോ. ചിലപ്പോൾ 3000, 3500 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ളി കോൺക്രീറ്റിലല്ലേ. കോൺക്രീറ്റ് സ്ട്രക്ചറും അതേപോലെ സിമെൻറ്റ് ബ്ലോക്സിലുള്ള സ്ട്രക്ചറും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്ന ഓഗസ്റ്റ് 1. നിങ്ങൾ ന്യൂസിൽ ഫുള്ള് കാണുന്നുണ്ടാവും. പ്രളയം വന്ന് ഒരുപാട് വീടുകൾ ഇന്ന്
വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. വീടുകൾ ഇടിഞ്ഞ് വീണ് മരണങ്ങൾ വരെ സംഭവിച്ചു. ഇത് ഇന്നത്തെ ഒരു കാര്യമല്ല, മഴ എത്രത്തോളം കഠിനമായി പെയ്യുന്നോ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ന്യൂസ് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺക്രീറ്റ് വീടും സിമെൻറ്റ് ബ്ലോക്സിൽ വെച്ച വീടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം ഒരു കോൺക്രീറ്റ് വീട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതേപോലെ ഭൂകമ്പത്തെ വരെ പ്രതിരോധിക്കും കേട്ടോ കോൺക്രീറ്റ് വീട്. നമ്മൾ ഒരു കോൺക്രീറ്റ് വീടിൻ്റെ ബെനിഫിറ്റ് അറിയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ ഇതേപോലെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നും വീട് വെക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാട്ടോ സത്യം. കാരണം ഇത്രയും നാശനഷ്ടം വരുമ്പോഴും അവിടെ എന്നും നിലനിൽക്കുന്ന ഒന്നുകിൽ കോൺക്രീറ്റിലുള്ള പാലം, അല്ലെങ്കിൽ കോൺക്രീറ്റിലുള്ള സ്ട്രക്ചർ, വലിയ ബിൽഡിങ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ലാബ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള കോൺക്രീറ്റിൻ്റെ പില്ലർ, ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാ ചുമരുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനൊരു ദുരവസ്ഥ ഒരിക്കലും ഇതേപോലെ വീട് വെച്ച് ആരുടെയെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും.